ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ചാനൽ. ഇന്ന് നമ്മൾ 8 mm സൈസിലുള്ള കളർ ബീഡ്സ് വെച്ചിട്ട് ഒരു 2 ലെയർ ചെയിനാണ് ചെയ്യാൻ പോകുന്നത്. വളരെ കുറഞ്ഞ സമയത്തിൽ വളരെ കുറഞ്ഞ മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്ത് നല്ല എലഗൻ്റായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയുണ്ടാവും. അത്തരത്തിലുള്ളൊരു 2 ലെയർ ചെയിനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ മാല ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് 8 mm സൈസുള്ള കളർ ബീഡ്സ് ആണ്. അപ്പം ഇതുപോലുള്ള കളർ ബീഡ്സ് ആണ് കേട്ടോ. ഡബിൾ പോളിഷ്ഡ് ആണ്, അങ്ങനെ പെട്ടെന്ന് കളർ പോകത്തൊന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സ് തന്നെയാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു 3 കളേഴ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഞാൻ ആ ബ്ലൂ കളറാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആ ബ്ലൂ കളർ മാത്രം വെച്ചിട്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ മിക്സ് ആൻഡ് കളർ ചെയ്യുമോ, അല്ലെങ്കിൽ വലിയ ബീഡ്സ് എൻ്റെ കൂട്ടത്തിൽ ചെറിയ ബീഡ്സ് സൈഡിലിട്ട് ചെയ്യുമോ, ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ട് ചെയ്യുമോ, അങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട് ക്രിസ്റ്റൽ ബീഡ്സും ഇതുപോലുള്ള വലിയ ബീഡ്സൊക്കെ വെച്ചിട്ട് വലിയ ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഞാനതൊരു ചെറിയ കുട്ടിയുടെ സൈസിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നിന്ന് ബ്ലൂ കളർ മാത്രമാണ് എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ടങ്കീസ് എന്നൊക്കെ പറയും, നമ്മുടെ ഫിഷിംഗ് ത്രെഡാണ്. അപ്പോൾ അത് കുറച്ച് നമുക്ക് വേണം, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഗിയർ ലോക്കാണ്. ഗിയർ ലോക്ക്, പിന്നെ സൈഡ് റിങ്, പിന്നെ നമ്മുടെ ഫിഷ് ഹുക്കാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മറ്റേ പിരിക്കുന്ന കൊളുത്തുണ്ടല്ലോ, അത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയും മാത്രം നമുക്ക് ഈ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ 2 ലെയർ മാല ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ നമ്മുടെ കഴുത്തിൻ്റെ നമുക്ക് എത്രയാണോ വേണ്ടത് എന്നുള്ളൊരു നോർമൽ ലെങ്ത്ത് ഉണ്ടാവുമല്ലോ, ആ നോർമൽ ലെങ്ത്തിൽ ഒരു കുറച്ചും കൂടെ കൂട്ടി ഒരു 2-3 ഇഞ്ചൊക്കെ നീളം കൂട്ടിയിട്ടുള്ള ലെങ്ത്തിലാണ് ആദ്യത്തെ ത്രെഡിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ സെൻറ്റർ രണ്ടറ്റവും കൂടെ ഒരുമിച്ച് പിടിച്ച് അതിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടുപിടിക്കുകയാണ് ആദ്യം ചെയ്തത്. എന്നിട്ട് ആ സെൻറ്ററിലേക്ക് ഒരു ബ്ലൂ മുത്തിട്ടു. അതിനുശേഷം അതിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 ഗിയർ ലോക്കും നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ പ്ലെയർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പ്ലെയർ ഇല്ലെങ്കിലും നമുക്ക് കത്രിക വെച്ചോ അല്ലെങ്കിൽ വേറെ ഇതുപോലെ പ്ലെയറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി കട്ടറുണ്ട്, കട്ടറും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതില്ലാന്ന് വെച്ച് നിങ്ങൾ ചെയ്യാതിരിക്കേണ്ട. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ, അവൈലബിൾ ആണ്. അപ്പോൾ സിംഗിൾ പീസായിട്ട് അത് കട്ടറോ പ്ലെയറോ മാത്രമായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ 60 രൂപയാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. രണ്ടും കൂടെ നിങ്ങൾ ഒരുമിച്ച് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 110 രൂപ മാത്രമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് നിർബന്ധമില്ല, എൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇത് വെച്ച് ചെയ്തു എന്ന് മാത്രം. നമുക്ക് കത്രികയൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ 2 സൈഡിൽ. അതായത് ആ മുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങരുത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് അമർത്തി, ആദ്യത്തേത് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഈസിയാണ്, ആ മുത്തിനോട് ചേർത്ത് തന്നെ നമ്മൾ ഗിയർ ലോക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി അടുത്തത് ചെയ്യണമെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മുത്താണ് ഇപ്പോൾ നമ്മുടെ സെൻറ്ററിലുള്ളത്. അവിടുന്ന് 2 സൈഡിലേക്കും ഈക്വൽ ലെങ്ത് ആയിരിക്കണം ഉണ്ടാവേണ്ടത്, ഈക്വൽ ഡിഫറൻസ് ആയിരിക്കും. ഞാൻ ഈ വിരലിൻ്റെ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഈ ഒരു ഗ്യാപ്പിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്, സെൻറ്റിമീറ്റർ കളക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. അപ്പോൾ അത്രയും ലെങ്ത്തിലെടുത്തിട്ട് വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇടുന്നു, അതിനെ ടൈറ്റ് ചെയ്യുന്നു, അതിനുശേഷം മുത്തിട്ട് കൊടുക്കുന്നു, വീണ്ടും ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്യുന്നു. സെയിം പ്രോസസ്സ് അപ്പുറത്തെ സൈഡിലും ചെയ്യണം. അതിനുശേഷം ഇപ്പം നമ്മൾ പുതിയതായിട്ട് രണ്ടാമത് നമ്മൾ കോർത്തെടുത്ത് അവിടെ നിന്ന് വീണ്ടും നമ്മൾ ആ സെയിം ലെങ്ത്ത് നേരത്തെ കാണിച്ച പോലെ ആ വിരലിൻ്റെ അത്രയും ഭാഗം വീണ്ടും ഗ്യാപ്പ് നോക്കി വീണ്ടും ഇടുക, വീണ്ടും ഗിയർ ലോക്ക് ഇടുക, അതിനെ ടൈറ്റ് ചെയ്യുക, അതിനുശേഷം മുത്തിടുക, വീണ്ടും ഗിയർ ലോക്ക് ഇട്ട് ടൈറ്റ് ചെയ്യുക. അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ആദ്യത്തെ ലെയറിൽ ഞാൻ 7 മുത്താണ് കേട്ടോ കോർത്തെടുത്തിട്ടുള്ളത്. ബാക്കി സ്പേസ് ഉണ്ട്, എന്നാലും ആദ്യത്തേതിൽ ഞാൻ 7 മുത്താണ് കോർത്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ലെയറിന് വേണ്ടിയിട്ട് ത്രെഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം എടുത്ത ആ ഒരു ത്രെഡിനേക്കാളും കുറച്ചും കൂടി ഇറങ്ങിക്കിടക്കണമല്ലോ രണ്ടാമത്തെ ത്രെഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 8 മുതൽ 10 സെൻറ്റിമീറ്റർ, സെൻറ്റിമീറ്റർ അല്ല, ഒരു 8 മുതൽ 10 ഇഞ്ച് വരെ നമ്മൾ എക്സ്ട്രാ ലെങ്ത്ത് കണക്കാക്കണം. കാരണം നമുക്ക് ചിലപ്പോൾ ലാസ്റ്റ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാമല്ലോ, തികയാതെ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെ വേണ്ടാന്ന് ഓർത്തിട്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ, കൂടുതലെടുക്കാൻ. അപ്പോൾ അതിലും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുന്നത്. സെൻറ്റർ കണ്ടിട്ട് 2 അറ്റവും കൂടെ ജോയിൻ ചെയ്ത് പിടിക്കുക, സെൻറ്റർ കാണുക, അതിനുശേഷം ഒരു ബീഡ് ഇടുക, രണ്ട് സൈഡിലും ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നും ഈക്വലി എടുക്കുമ്പോൾ നമ്മൾ ഒന്ന് വെച്ച് നോക്കുക. നമ്മൾ മുത്തുകൾ കോർത്ത് വരുന്ന സമയത്ത് 2 മുത്തും ഒരേപോലെ വരരുത്, കുറച്ച്, അതായത് രണ്ട് ലെയറിലുള്ള മുത്തുകളും ഒരേപോലെ വരരുത്.
ഒന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കണം, അപ്പോഴാണ് അത് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ലെയർ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത അതേ സെയിം അളവ് ഡിഫറൻസ് എടുക്കരുത്, അതിനേക്കാളും കുറച്ചൊരു വ്യത്യാസമാക്കി എടുക്കുക. അങ്ങനെ അവിടെയും നമ്മൾ ഇതുപോലെ ഗ്യാപ്പിട്ട് രണ്ട് സൈഡിൽ നിന്നും മുത്തുകൾ കോർത്ത് ഗിയർ ലോക്ക് ചെയ്ത് തന്നെ ചെയ്തെടുക്കുക. അവിടെ ഞാൻ 11 മുത്തുകളാണ് കേട്ടോ കോർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തേതിൽ 7ഉം രണ്ടാമത്തെ ലെയറിൽ 11 മുത്തുകളാണ് കോർത്തെടുത്തിട്ടുള്ളത്. വീഡിയോ ഒരുപാട് ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഇത്രയും ഡീപ്പായിട്ട് കാണിക്കാത്ത. പ്രോസസ്സ് സെയിം തന്നെയാണ്, ആദ്യത്തെ 1-2 കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2 ലെയറും ഒരുമിച്ച് കൂട്ടിപ്പിടിക്കുക. എന്നിട്ട് 2 ലെയറിൻ്റെയും ഏറ്റവും അറ്റത്തുള്ള മുത്തുണ്ട്, ഏറ്റവും ടോപ്പിൽ വരുന്ന മുത്തുകൾ രണ്ടും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ വേണം പിടിക്കാനായിട്ട്. അങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് ലെങ്ത് ഒന്ന് വെച്ച് നോക്കുക. ലെങ്ത്ത് നമ്മുടെ കറക്റ്റ് ലെങ്ത്തിൽ നമുക്ക് ബാക്കിൽ കൊളുത്താൻ പാകത്തിനുള്ള ലെങ്ത്ത് വരെ ഇറക്കം കറക്റ്റ് ചെയ്തതിന് ശേഷം 2 ത്രെഡും, അതായത് 2 ലെയറിൻ്റെ ത്രെഡും നമുക്ക് വേണ്ടതിനേക്കാൾ ഒരിത്തിരി കൂടുതൽ മാത്രം നിർത്തിയിട്ട് ബാലൻസ് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു ഗിയർ ലോക്ക് ഇടുക. ഫുള്ളായിട്ട് ഇടരുത്, ആ എൻഡ് പോർഷനിൽ ഒരു ഇത്തിരി കോളം കുറച്ചൊന്ന് കയറ്റിയിടുക. അതിന് ശേഷം ആദ്യം തന്നെ നമ്മളൊരു സൈഡ് റിങ് ആണ് എടുക്കുന്നത്. ഗിയർ ലോക്ക് ആദ്യം ഇടുക, അത് കഴിഞ്ഞിട്ട് സൈഡ് റിങ് ഇടുക. സൈഡ് റിങ് ഇട്ടിട്ട് ഈ നമ്മുടെ ഈ ത്രെഡിൻ്റെ ബാലൻസ് ഉണ്ടല്ലോ, രണ്ടും ഒരുമിച്ച് നമ്മൾ ഗിയർ ലോക്കിലേക്ക് തിരിച്ച് കയറ്റുക. ഗിയർ ലോക്ക് സൈഡ് റിങ്ങിലേക്ക് അടുത്തേക്ക് വലിച്ചടുപ്പിക്കുക, നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് അതിനെ ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ടങ്കീസിൻ്റെ ബാലൻസ് നിൽക്കുന്നതിനെ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും 2 മുത്തും ടോപ്പിലുള്ള 2 മുത്തും ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ എടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിലേക്ക് എത്താൻ പാകത്തിനുള്ള ലെങ്ത്തിൽ ത്രെഡ് വെച്ചിട്ട് അതിനേക്കാൾ ഒരു ഇത്തിരി കൂടുതലായിട്ട് വെച്ചാൽ മതി, ഒരുപാട് കൂടുതൽ വെക്കേണ്ട. അല്ലെങ്കിൽ നമുക്ക് വളച്ചൊക്കെ എടുത്ത് ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറ്റുമ്പോൾ മൊത്തം കണക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബിഗിനേഴ്സ് ആകുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. എന്നിട്ട് നമ്മളിനി അപ്പുറത്തെ സൈഡിൽ ചെയ്ത പോലെ തന്നെ ആദ്യം നമ്മൾ 2 ത്രെഡും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് ഗിയർ ലോക്കാണ് ആദ്യം ഇൻസേർട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കൊളുത്താണ് വയ്ക്കുന്നത്. കൊളുത്തും കൂടെ അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ 2 ത്രെഡും വളച്ച് നമ്മൾ ഗിയർ ലോക്കിൽ കൂടെ തന്നെ തിരിച്ചെടുക്കുക. തിരിച്ചെടുത്തതിന് ശേഷം ഗിയർ ലോക്കും നമ്മുടെ കൊളുത്തും കൂടെ വലിച്ചടുപ്പിച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് അടുപ്പിക്കുക. അതിന് ശേഷം നമ്മൾ ഗിയർ ലോക്ക് ടൈറ്റ് ചെയ്യുക. എക്സസ് ഉള്ള ടങ്കീസ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. സെയിം പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചെയിൻ്റെ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പരിപാടിയാണ്. ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് ലുക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ചെയിൻ വരുന്നത്. ഇട്ട് കാണാനായിട്ട് കുറച്ചും കൂടെ ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു വീഡിയോയിൽ അത്ര ക്ലിയർ അല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ. നിങ്ങൾക്കത് തന്നെ എത്ര ഭംഗിയുണ്ടെന്ന് അറിയണ്ടോയെന്ന് അറിയില്ല. ശരിക്കും ഇടുമ്പോൾ നല്ല ഭംഗിയാണ്. നല്ല 2 ലെയറായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ടൈപ്പ് ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇങ്ങനത്തെ ബീഡ്സ് തന്നെ വേണമെന്നില്ല. നമുക്ക് ഏത് ബീഡ്സ് വെച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. പേസ്റ്റൽ ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഇതേപോലെ മോഡലിലൊരു ചെയിൻ ചെയ്യാൻ പറ്റും. അടുത്തൊരു വീഡിയോ ആയിട്ട് അതും കൂടെ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.